സ്റ്റാർ സിംഗർ സീസൺ 10 വിജയകരമായ 100 എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുന്നു. 100ാമത് എപ്പിസോഡാണ് ഇന്ന് ടെലികാസ്റ്റ് ചെയ്യുന്നത്. സിനിമയിൽ അഭിനയിക്കാൻ പോയ വർഷ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്ന് മിഥുനും വർഷയും കൂടിയാണ് ഷോ ആങ്കർ ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും കൂടി മഹാഗുരു ചിത്രചേച്ചിയെയും കോ ജഡ്ജസായ വിധു പ്രതാപിനെയും സിത്താരയെയും സ്വാഗതം ചെയ്യുന്നുണ്ട് 100ാമത് എപ്പിസോഡിലേക്ക്. ഒരു ഇടവേളയ്ക്ക് ശേഷം ആദ്യം മുതലേ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഈ ചാനൽ ഒന്ന് സജീവമാക്കുകയാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലാസ്റ്റ് എലിമിനേഷൻ കഴിഞ്ഞ് 12 റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ റാങ്ക് ടേബിളിൽ 1ാം സ്ഥാനത്തുള്ളത് ശിവപ്രിയയാണ്. 1196 മാർക്കുമായി ശിവപ്രിയ 1ാമതും 1190 മാർക്കുമായി രാജ് ഏറ്റവും അവസാനവുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആൽബം സോങ് റൗണ്ട് എന്ന പുതിയൊരു റൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റാർ സിംഗറിൻ്റെ സ്വന്തം ഡ്യുവറ്റ് റൗണ്ടുമുണ്ട്. മനോഹരങ്ങളായ ആൽബം സോങ്സ് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് പാടുന്നത് കേൾക്കാൻ ഒരു അവസരം കൂടി ലഭിക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലെ അതിഥികളായി എത്തിയിട്ടുള്ളത് ഏഷ്യാനെറ്റിൻ്റെ തന്നെ സീരിയലായ മഴ തോരും മുംബൈയിലെ താരങ്ങളാണ്. ഈ സീരിയലിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളായ വൈജയന്തിയായി വൈഷ്ണവിയും ബാലചന്ദ്രനായി കിഷോറുമാണ് അഭിനയിക്കുന്നത്. കുടുംബ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങൾ കൂടിയാണിവർ. വൈഷ്ണവി ആകട്ടെ പ്രമുഖ സിനിമാ താരം സായികുമാറിൻ്റെ മകൾ കൂടിയാണ്. ഇവർ കൊണ്ടുവന്ന ഗിഫ്റ്റ് ചിത്രചേച്ചിയുടെ കയ്യിലാണ് കൊടുക്കുന്നത്. മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു സീരിയൽ കൂടിയാണ് മഴ തോരും മുമ്പേ. ഒരേ തരം റൗണ്ടുകൾ മാത്രം മാറി മാറി വരുമ്പോൾ വളരെ വ്യത്യസ്തമായൊരു റൗണ്ട് കൂടിയാണ് ആൽബം സോങ് റൗണ്ട്. ആദ്യമായി ഈ റൗണ്ടിൽ പാടാനെത്തുന്നത് വിധുരാജാണ്. ഈസ്റ്റ് കോസ്റ്റിൻ്റെ സൂപ്പർ ഹിറ്റ് ആൽബമായ നിനക്കായി എന്ന ആൽബത്തിലെ ഗാനമാണ് വിധു പാടുന്നത്. ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരിഷ്ടം എന്ന വരികൾ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റേതാണ്. ഇതിന് ഈണമിട്ടിട്ടുള്ളത് അന്തരിച്ച സംഗീത പ്രതിഭ ബാലഭാസ്കറാണ്. മനസ്സിനെ സ്പർശിക്കുന്ന രീതിയിൽ മനോഹരമായി വിധു ഈ പാട്ട് പാടി. ചില ചെറിയ തെറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ 99 മാർക്കാണ് വിധുരാജിന് ലഭിച്ചത്. വിധു അങ്ങനെ 6ാം സ്ഥാനത്ത് നിന്നും ഒരു റൗണ്ട് കൂടുതൽ പാടിയിട്ടുള്ളതുകൊണ്ട് 1ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. 1290.5 മാർക്ക് ലഭിച്ചു. ആൽബങ്ങൾ ഒരുപാട് പാടിയിട്ടുള്ള കണ്ണൂർ ഷെരീഫ് മാഷിനെ കൊണ്ടൊരു പാട്ട് പാടിക്കുന്നുണ്ട്. പുലരിപ്പൂഞ്ചിരിയിൽ പുളകങ്ങൾ ചാർത്തും എന്ന ഗാനം അതിമനോഹരമായി ആലപിച്ചു അദ്ദേഹം. അടുത്തതായി ഡ്യുവറ്റ് റൗണ്ടിൽ പാടാനെത്തുന്നത് സൂര്യനാരായണനും ശിവപ്രിയയുമാണ്. ആദ്യത്തെ കൺമണി എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനമാണ് ഇവർ രണ്ടുപേരും ചേർന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. മിടുമിടുക്കി എന്ന ചിത്രത്തിൽ വന്ന അകലെ അകലെ നീലാകാശം എന്ന് തുടങ്ങുന്ന ഗാനം റിക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ആദ്യത്തെ കൺമണി എന്ന ചിത്രത്തിൽ. ഈ അടുത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ജാനകി അമ്മയും ദാസേട്ടനും കൂടി ചേർന്ന് പാടിയ ഗാനമാണിത്. ദാസേട്ടനും ജാനകി അമ്മയും പാടുന്ന ചില ഗാനങ്ങൾ മറ്റാർക്കും ടച്ച് ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിൽ ഉയരത്തിലുള്ളതാണ്. എങ്കിലും സൂര്യനും ശിവയും വളരെ മികച്ച രീതിയിൽ തന്നെ പാടി ഫലിപ്പിക്കാൻ ശ്രമിച്ചു. സൂര്യൻ്റെ ശബ്ദമാധുര്യം ഈ പാട്ടിന് അനുയോജ്യമായിരുന്നു. ഇന്ന് വിറയലൊന്നുമില്ലാതെ സ്റ്റഡിയായാണ് പാടിയത്. പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയാതെ പോയ ശിവയ്ക്ക് 99 മാർക്കാണ് ലഭിച്ചത്. അതുപോലെ തന്നെ സൂര്യനും 99 മാർക്ക് തന്നെയാണ് ലഭിച്ചത്. സൂര്യന് 99.5 മാർക്കെങ്കിലും കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. ശിവപ്രിയ വീണ്ടും 1ാം സ്ഥാനത്തും സൂര്യൻ 3ാം സ്ഥാനത്തുമാണ് എത്തിയിട്ടുള്ളത്. അടുത്തതായി വരുന്നത് വീണ്ടും ഒരു ആൽബം സോങ് പാടാനാണ്. അർജുനാണ് എത്തുന്നത്. തേരാ ചെഹര എന്ന അദ്നൻ സാമിയുടെ സൂപ്പർ ഹിറ്റ് ആൽബത്തിലെ ഗാനമാണ് അർജുൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. യേ സമീൻ റുക് ജായേ എന്ന അതിമനോഹരമായ ഗാനമാണ് അർജുൻ പാടുന്നത്. ഒഴുകിയെത്തുന്ന ഒരു ഹെവൻലി സോങ്ങുമായാണ് അദ്നൻ സാമി ഈ പാട്ടിനെ പാടി വച്ചിരിക്കുന്നത്. പാട്ടിനൊരു പരിക്കും പറ്റാതെ തന്നെ അതിമനോഹരമായി വളരെ കൃത്യതയോടുകൂടി അർജുൻ പാടി അവതരിപ്പിച്ചു. പാടി തീരും മുന്നേ തന്നെ അതിമനോഹരമായി ഈ പാട്ട് കേട്ട് ചിത്രചേച്ചി ഗോൾഡൻ ബസർ അമർത്തുകയായിരുന്നു. അർജുൻ്റെ ഗംഭീര തിരിച്ചുവരവ് എന്ന് തന്നെ പറയാം ഈ പാട്ടിനെ. പഴയ അർജുനെ കണ്ടുകിട്ടിയ സന്തോഷത്തിലായിരിക്കും ഈ പാട്ട് കേട്ട പ്രേക്ഷകർ. ഈ അടുത്തായി വന്ന അർജുൻ്റെ എല്ലാ പെർഫോമൻസിനും മെന്ററായ ആഷിമയ്ക്കും കൂടെ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് വളരെ കോൺഫിഡൻ്റായി ചിരിച്ചുകൊണ്ട് പാടി അർജുൻ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാൻ കഴിയട്ടെ അർജുൻ എന്ന് ആശംസിക്കുന്നു. 100ന്റെ തന്നെ പീക്ക് പെർഫോമൻസ് ആണെന്നാണ് സിത്തു വിശേഷിപ്പിച്ചത്. അങ്ങനെ റാങ്ക് ടേബിളിൽ 7ാം സ്ഥാനത്തുണ്ടായിരുന്ന അർജുൻ 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോഴും ശിവ തന്നെയാണ് എല്ലാവരുടെയും മുന്നിൽ റാങ്ക് പൊസിഷനിലുള്ളത്. അർജുനെ അടുത്തേക്ക് വിളിച്ച് ചിത്രചേച്ചി സമ്മാനമായി കിട്ടിയ
സ്വീറ്റ് ബോക്സ് തുറന്ന് അതിൽ നിന്നും മധുരം നൽകുന്നുണ്ട്. എന്തായാലും അർജുനും ഹാപ്പി, അർജുൻ്റെ ഫാൻസും ഹാപ്പി. ഇതെല്ലാം കഴിഞ്ഞ് അതിഥിയായി എത്തിയിട്ടുള്ള കിഷോറിനെ കൊണ്ട് ഒരു കവിത കൂടി പാടിക്കുകയുണ്ടായി. കക്കാട് സാറിൻ്റെ ആർദ്രമി ധനുമാസത്തിൽ എന്ന കവിതയാണ് അതിമനോഹരമായി ഇദ്ദേഹം ആലപിച്ചത്. ഈ 100ാമത് എപ്പിസോഡിന് അനുയോജ്യമായ രീതിയിൽ ഒരു ഗോൾഡൻ സ്റ്റാറും മറ്റു 3 99 മാർക്കുകളുമാണ് ഇന്ന് പിറന്നത്. മികച്ച പ്രകടനങ്ങൾ പുറകെ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക്